അതൊക്കെയോ എന്തിനാ കേട്ടു അരുളി ചെയ്ത പിന്നെ നിമിയോ അവൻ അനുജാതനായി ഉന്നതനായൊരു തന്നരവിജ്ഞാനോരധികന്മാരായി ചമഞ്ഞാരഥിൽ പൂർവ്വജാലവിവക്ഷമാണ് ജനമക്കാലം ദേവാസുരായോധനെ മിക്കതും ദേവൾ തൊട്ടുവാഴും അന്ന് അതു അറിയിച്ചുടന്ന് കൂടെ കൊണ്ടുവന്നില്ല എന്നോടൊക്കെ വരച്ചാൽ ചുരുന്ന ശേഷം അധോലോകമുക്ക അന്ന് നന്നായ ഭീരമാക്കി കൊടുത്താൽ ഗുരുഭ്യോ നമഃ. ഗുരുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സ്പർശിക്കാം. ഇനി നമുക്ക് നമ്മുടെ അമ്മയൊന്ന് പ്രാർത്ഥിക്കണം. വിഷ്ണുവിന്റെ ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണേ നമോസ്തുതേ. ഓം ശ്രീ ജഗദംബികായേ നമഃ. അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് അഭിഷേകം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അർച്ചിക്കുന്ന പുഷ്പവും അർച്ചിക്കാൻ വെച്ചിരിക്കുന്നതായ പുഷ്പവും തമ്മിൽ നോക്കരുത്. ശ്രീ വിദ്യാഗോപാല മന്ത്രസ്യ നാരദർഷി അനുഷ്ഠം ഛന്ദഃ ശ്രീകൃഷ്ണോ ദേവത. ഇനി നട്ടിൽ നിവർന്നു കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദമേ രമ രമണ വിശ്വേശ വിദ്യാമാശുദ്ധ. ഇതാണ് മന്ത്രം. അതായത് ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. സർവജ്ഞ ഭഗവാൻ സർവജ്ഞനാണ്, എല്ലാം അറിയുന്ന ആളാണ്. ഒന്നും അറിയേണ്ടതായിട്ടില്ല, എല്ലാം അറിയുന്ന ആളാണ്. സർവജ്ഞ ത്വം പ്രസീദമേ, അങ്ങ് എന്നിൽ പ്രസാദിക്കണമേ. രമാ രമണ വിശ്വേശ. രമ മഹാലക്ഷ്മി, രമാരമണൻ ഭഗവാൻ. രമാ രമണ വിശ്വേശ. ഈ വിശ്വത്തിന്റെ നാഥനാണ് ഭഗവാൻ, ഈ പ്രപഞ്ചത്തിന്റെ നാഥനാണ് ഭഗവാൻ. അങ്ങനെയുള്ള അല്ലയോ ഭഗവാനെ, വിദ്യാമാശു പ്രയച്ഛമേ, വിദ്യ എനിക്ക് പ്രദാനം ചെയ്യണമേ, അല്ലെങ്കിൽ എനിക്ക് തരയണമേ എന്ന് നമ്മൾ അനേക പ്രാവശ്യം ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. അത് ഭക്തിപൂർവ്വം ചെയ്യുക. എല്ലാവരും അല്പം പുഷ്പമെടുക്കുന്നതും നമ്മൾ നേരത്തെ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞാത്വം പ്രസീദമേ രമണ വിശ്വേശ വിദ്യാമാശുരക്ഷമേ. ഓം ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞാത്വം പ്രസീദമേ
രമാരമണ വിശ്വേശ വിദ്യാമാശുപ്രയച്ഛമേ. ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ. ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ. സർവജ്ഞത്വം പ്രസീദമേ. രമാരമണ വിശ്വേശ വിദ്യാമാശുപ്രയച്ഛമേ. ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ. സർവജ്ഞത്വം പ്രസീദമേ. രമാരമണ വിശ്വേശ വിദ്യാമാശുപ്രയച്ഛമേ. നിങ്ങൾ എന്റെ കൂട്ടുതിരിക്കണം. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ. സർവജ്ഞത്വം പ്രസീദമേ. രമാരമണ വിശ്വേശ വിദ്യാമാശുപ്രയച്ഛമേ. ഓം ക്ലീം കൃഷ്ണ വിശ്വേശ വിദ്യാമാശുപ്രയച്ഛമേ. വീണ്ടും പുഷ്പം. ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ. സർവജ്ഞത്വം പ്രസീദമേ. രമാരമണ വിശ്വേശ വിദ്യാമാശുപ്രയച്ഛമേ. വീണ്ടും ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ. സർവജ്ഞത്വം പ്രസീദമേ. ഭഗവാൻ ദീപാരാധന നടത്തിയിട്ട് നിങ്ങളുടെ വിളക്കിൽ ദീപാരാധന നടത്തുന്നതാണ്. എല്ലാവരും നാമം ജപിക്കണം. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. തൊഴിലില്ല. ഓം ഈശ്വര ഭഗവാനെ പരബ്രഹ്മമേ പോറ്റി. ശാശ്വതമായ മൂർത്തി ശരണം ജഗന്നാഥ. ഞങ്ങളാൽ ചെയ്യപ്പെട്ട പൂജയെ വഴിപോലെ ഞങ്ങളിൽ വളർന്നൊരു കാരുണ്യമതിനാലെ വൈകാതെ പരിഗ്രഹിക്കണമേ. ഭഗവാനെ വൈകാര്യമൂർത്തി ഭേദം രണ്ടുപേരും അപ്പുറം വയർ ഒന്നും കാണത്തില്ല. ഹരേ രാമ ഹരേ രാമ
ഇവിടെ കൂട്ടം കൂടി പോലെ ലൈനായിട്ട് പോകും. 2 ലൈനായിട്ട് കൂട്ടം കൂടി പോയാൽ ആരും നിൽക്കണ്ട, എല്ലാവരും മുന്നിൽ വാ. വരയ്ക്കിപ്പുറത്ത് നിൽക്കാൻ നോക്ക് മാക്സിമം.
മംഗളം 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 നേരത്തെ മംഗളമേവർക്കും മംഗളം നേരത്തെ മംഗളമേവർക്കും ഏകാന്ത ഭക്തയ രുക്മിണി ദേവിയെ ശ്രീകാന്തം പാരിഗ്രഹണം ചെയ്ത ഏകാന്ത ഭക്തയ രുക്മിണി ദേവിയെ ശ്രീകാന്തം പാരിഗ്രഹണം ചെയ്വ ഐശ്വര്യപൂർണ്ണമായി മംഗളം 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 രുക്മിണി ചാർത്തിയ പൂമാല കൃഷ്ണന്റെ തൃക്കഴുത്തിൽ വിഭൂഷണമായി രുക്മിണി ചാർത്തിയ പൂമാല അപ്പൊ അവിടെ
ആണ് ഇദ്ദേഹം ഈ ആരാധകർമ്മങ്ങളൊക്കെ നിവർത്തിച്ചത്. അപ്പൊ അക്കാലത്ത് പ്രജാപതിയായ കശ്യപൻ തപസ്സിനായി കൊണ്ടുപോയി. തപസ്സൊക്കെ കഴിഞ്ഞിട്ട് ഇദ്ദേഹം തിരിച്ച് തന്റെ ആശ്രമത്തിലേക്ക് വരികയാണ്. അപ്പൊ ഈ ആശ്രമത്തിലേക്ക് വരുമ്പോൾ കാണുന്നത് ഈ ആശ്രമം അല്ലെങ്കിൽ ആ ഭവനം സന്യാസി താമസിക്കുന്ന ഭവനമായതുകൊണ്ട് അതിനെ ആശ്രമം എന്ന് വിളിക്കാം. അപ്പോ ആ ഭവനം ഒട്ടും ശോഭനമല്ല. കാര്യം ആ വീട്ടിലോട്ട് കയറിയപ്പോൾ തന്നെ യാതൊരു ഐശ്വര്യമില്ല. ഇപ്പൊ ചില ഭവനങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ യാതൊരു ഐശ്വര്യവും തോന്നില്ല. അവിടെ വല്ലാത്ത അസ്വസ്ഥത നമുക്ക് ഉണ്ടാക്കും. ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആകെപ്പാടെ ചെല്ലുന്നവർക്കും അസ്വസ്ഥതയുണ്ടാക്കും. അവിടെ പ്രജാപതിയായ കശ്യപൻ തന്റെ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ ആ ഭവനം അശോഭനമായിരിക്കുന്നു. അവിടെ തന്റെ ധർമ്മപത്നിയായ അദിതി മാതാവുണ്ട്. അദിതി മാതാവ് തന്റെ പതിയെ സ്വീകരിച്ചു. ഇദ്ദേഹം തപസ്സൊക്കെ കഴിയേണ്ടി വരികയാണ്. അപ്പോ കശ്യപൻ അദിതി മാതാവിനോട് ചോദിച്ചു, ഭദ്രേ, എന്താണ് ഈ ഭവനം അശോഭനമായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ ഭവനം ശോഭയറ്റതായി പ്രകാശമില്ലാത്തതായിരിക്കുന്നത്? അതിന് രണ്ട് കാരണങ്ങളാണ്. ഒരു ഭവനം വലിയ ഈ നീളക്കൂടിയ വരികളെല്ലാം കുറേശ്ശെ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നതുപോലെയാണ് നമ്മൾ ജപിച്ചു തരുന്നത്. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് തെറ്റുമെന്ന് വിചാരിക്കേണ്ട, ധൈര്യമായിട്ട് നമുക്ക് കുറച്ച് പറയാം. ഓം ചതുർബാഹും ത്രിനേത്രഞ്ച ഗജാസ്യം രക്തവർണകം പാശാങ്കുശാലി സംയുക്തം മായായുക്തം പ്രചിന്തയേത് സർവേശ്വരം ചിദാനന്ദം നിർവികൽപ്പം ഗുണാലയം ജ്ഞാനാമൃതം ദേഹിമേ പാഹി ജഗദ്വന്ദ്യേ നമസ്തേ ഭക്തവത്സലേ നമസ്തുഭ്യം 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 നമോ നമഃ. ഓം സം സരസ്വത്യേ നമഃ. സരസ്വതിയെ പ്രാർത്ഥിച്ചുകൊണ്ട് പുഷ്പം രസിച്ചിട്ട് വീണ്ടും അല്പം പുഷ്പം എടുത്തിട്ട് ദക്ഷിണാമൂർത്തേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഗുരുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് അർച്ചിക്കുക. വീണ്ടും അല്പം പുഷ്പം എടുത്തിട്ട് ശിവം ശിവകരം ശാന്തം ശിവാത്മാരം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്തി സദാശിവം മഹാദേവം മഹാത്മാനം മഹേശ്വരൻ ഉമാപതി മഹാസേന ഗുരുമന്ദേ പത്മകരാം പത്മമാലാവിഭൂഷിതാം ക്ഷീരവർണ്ണസമം വസ്ത്രം ക്ഷീരവർണ്ണസമം വസ്ത്രം ദധാനാം ഹരിവല്ലഭാം. എന്നിട്ട് കണ്ണടച്ച് ചുണ്ടടച്ച് പിടിച്ചുകൊണ്ട് ഓം ജ്യോതിലക്ഷ്മിയേ നമഃ. ഓം ദീപലക്ഷ്മിയേ നമഃ. ഓം മഹാലക്ഷ്മിയേ നമഃ. ഓം ധനലക്ഷ്മിയേ നമഃ. ഓം ധാന്യലക്ഷ്മിയേ നമഃ. ഓം ധൈര്യലക്ഷ്മിയേ നമഃ. ഓം വീരലക്ഷ്മിയേ നമഃ. ഓം വിജയലക്ഷ്മിയേ നമഃ. ഓം വിദ്യാലക്ഷ്മിയേ നമഃ. ഓം ജയലക്ഷ്മിയേ നമഃ. ഓം വരലക്ഷ്മിയേ നമഃ. ഓം ഗജലക്ഷ്മിയേ നമഃ. ഓം കാമവല്യേ നമഃ. ഓം കാമാക്ഷി സുന്ദരിയേ നമഃ. ഓം ശുഭലക്ഷ്മിയേ നമഃ. ഓം രാജലക്ഷ്മിയേ നമഃ.
ഓം ഗൃഹലക്ഷ്മേ നമഃ. ഓം സിദ്ധലക്ഷ്മേ നമഃ. ഓം സീതാലക്ഷ്മേ നമഃ. ഓം ശ്രീ ലളിതാംബികായേ നമഃ. അവസാനവും എന്നിട്ട് അല്പം പുഷ്പം എടുക്കണം. ഭക്ഷണം വെച്ച് കഴിഞ്ഞിട്ട് അല്പം പുഷ്പം എടുക്കണം. തൊഴുത് പിടിക്കുക. ഓം മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽ പൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. ഓം അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതം ഗമയ. ഹരി അല്പം പുഷ്പം എടുത്തിട്ട് ഞങ്ങളുടെ പേരും നാളും മനസ്സിൽ സങ്കല്പിക്കണം. അതുപോലെ നമ്മുടെ വീട്ടിലുള്ള എല്ലാ അംഗങ്ങളുടെയും പേരും നാളും മനസ്സിൽ സങ്കല്പിച്ചിട്ട് അറിഞ്ഞോ അറിയാതെയോ ഈ ജന്മത്തിലോ കഴിഞ്ഞ ജന്മങ്ങളിലോ എന്തെങ്കിലും അപരാധം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം പുറത്ത് അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ പുഷ്പം ലളിതാംബികേ ദേവി ക്ഷമസ്വ ക്ഷമസ്വ. ഓം പൗർണമി ജയവും ജയ ജയ ലളിതാംബികായേ ജയവും ജയ ജയ ശക്തി സ്വരൂപിണി ജയവും. നമ്മുടെ പൂജയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിച്ചു എന്നിട്ട് വിളക്കിൻ്റെ ചുവട്ടിൽ നിന്ന് ഒരു പുഷ്പം എടുക്കണം, കളയണം. വീണ്ടും ഒരു പുഷ്പം എടുക്കുക, ഒന്ന് മണക്കുക. ശിരസിൽ ചൂടാവുന്നതാണ്. നിങ്ങൾ അർച്ചിച്ചതായ കുങ്കുമം അല്പമെടുത്ത് മംഗല്യവതികളായ സ്ത്രീകൾ സിന്ദൂരരേഖയിലും ചേർത്തണം. അല്ലാത്തവർ കൊണ്ട് തന്നെ വിളക്ക് ഒന്ന് ചലിപ്പിച്ച് ചെയ്യുക. ഇഷ്ടസഖം
അതും മാധവൻ നീ ചൊന്ന വാക്കുകൾ സുപ്രിയമൊക്കെയും യോഗ്യമതു ദൃഢം അർത്ഥത്തിലാഗ്രഹമില്ല എനിക്ക് എങ്കിലും വ്യക്തമാക്കിയിടാൻ സത്വരം 4 ഗൃഹേദം യാചിച്ചു ഭഗ്നിയും അപ്പോഴേ 4 ഗൃഹത്തരും പത്നിക്കു 4 പിടി നെല്ലകൾ നൽകിയാണ് ചിത്തമോദേന പോവും വിധവും ചിന്തിച്ച ചിന്താമരാക്ഷന്റെ ദർശനമേ ചിന്തിക്കഴിഞ്ഞ് സാധിക്കും. ചെന്ന് കുചേലൻ മാധവൻ മനോബോധം ആനന്ദേന കണ്ട് അങ്ങനെ ചെന്ന് കടന്നിട്ട് ഗോപുരം പിന്നെയും ഉന്നത വാരണപ്പന്തി 10 ഗൃഹം നല്ല മതിലുകൾ നല്ല ദ്വാരങ്ങളും നല്ല അർമണികൾ ഗൃഹങ്ങൾ പല കണ്ടു. ചെന്ന് കുചേലൻ ഒരു ഗൃഹം ബുക്കിതു. അപ്പോൾ മുകുന്ദനും വിപ്രപര്യന്തൻ സസംഭ്രമം വേഗേന പ്രിയ വഴിപോലെ മാളിയും കൈക്കൊണ്ടു നിന്നു മുകുന്ദൻ പ്രാണപ്രിയ സഹസംഗേന രോമാഞ്ചാൽ പ്രാണിപതി ബാഷ്പബിന്ദുക്കൾ വർഷിച്ചു നിന്നതോപ്പോ വിപ്രവര്യനും മാധവസംഗേ ശുഭനായി മോദിച്ചു നിന്നിതോ പിന്നെ മുകുന്ദനും വിപ്രേന്ദ്രപാദങ്ങൾ നന്നായി കഴുകി ആ തീർത്ഥം ശിരസിംഗൽ സർവപാപാപകനായ ജനാർദ്ദനൻ നിർവാണദന്തരച്ചീടിനൻ പിന്നെയും ആരണേന്ദ്രന്റെ കരം പിടിച്ച് അൻപോടു ചാരുതനമായ തന്നുടമത്തനെ വിരവോട് പൂരിച്ചു മാധവൻ അന്നേരം അത്ര വൈദഗ്ധ്യമുതലായ നാരിമാർ ആലവട്ടങ്ങൾ വീടിന ഓം നമോ ഭഗവതേ വാസുദേവായ എത്രയും മാലിന്യശാലി കറുത്തവൻ അംഗം മെലിഞ്ഞു മലിനാംബരനിപൻ തന്നിൽ അഖിലേശരു ബഹുവാത്സല്യമിന്നു പരിപണിനെന്തൊരു കാരണം നന്നത്രയോർത്താൽ വിചിത്രമാം ഓർത്താൽ അഖില ഗുണമന്ദിരൻ വിപ്രം ആർത്തിവിനാശനൻ തന്നുടകാരുണ്യം പേർത്തുമിവങ്കൽ വസിക്കുന്നത് മൂലം എത്രയും ഭാഗ്യവാന്മാരിലഗ്രേസരൻ ഇത്തരം നാരികൾ മന്ദം പറയുമ്പോൾ ഉത്തമഭിപ്രന്റെ പാണി പിടിച്ചിട്ടുമല്ലാതിതാനും കുശലം വിചാരിച്ചു നല്ലൊരു കൂടു പിടിയും
ചോദിച്ചു ഓം നമോ ഭഗവതി വാസുദേവായ. എത്രയും ബുദ്ധിമാൻ ഉത്തമ ഭൂസുരസത്തമനാം നീ സഖാവാം ഭവാനി ഇഷ്ട അനുരൂപയായിടുന്ന പത്നിയെ ഇഷ്ടാനുരൂപയായിടുന്ന പത്നിയെ ഇഷ്ടികാര്യാർത്ഥമായി വേട്ടിതോ ചൊല്ലടോ നിഷ്കാമകർമ്മങ്ങൾ ചെയ്തു വാഴുന്നിതു നിഷ്കർമ്മശനാം സഖി തവ മാനസീ ഭാര്യ സുത ധന സംസാരമെന്നതിൽ കാര്യം ഭയത്തെ മറന്നിതോ ഹരേ നമുക്ക് ഉൽപ്പന്നമായ ഭയത്തെ മറന്നിതോ പുലർന്ന സമയം ഗുരുവരൻ തന്നുടെ കാരുണ്യമോട് നമ്മെ തിരിഞ്ഞെത്തി പേടിച്ചു പുണർന്നതെന്നോർത്തുകാണ്ട് അന്ന് ഗുരുവരു ചെയ്തു നിങ്ങൾക്കിന്നു വന്നു സമസ്ത ഗുണങ്ങളെന്നുള്ളതും ഗുണകീർത്തി വിദ്യാസമസ്തവും നന്നായി പരിപൂർണമായി വരുമെന്നതും ഇന്ന് ഓരോന്ന് കളിച്ചത് നന്നായി മറന്നിതോ തോന്നുന്നിതോ സഭേ സദ്ഗുരു തന്നുടെ കാരുണ്യമുണ്ടെങ്കിൽ സദ്ഗുണമൊക്കെയും വന്നുകൂടും ഇത്തരം മാധവവാക്യങ്ങൾ കേൾക്കയാൽ ഉത്തമഗോസുരന്നല്ലവേ നിഗമസകലകലാവിദ്യ നാദബിന്ദുക്കൾ സമസ്താത്മകൻ ഭവാൻ നാനാചര അചര ലോകത്തിനൊക്കെയും സ്ഥാനമായി നിൽക്കും പരമഗുരു ഭവാൻ സാന്ദീപനിഗൃഹേ വിദ്യ പഠിപ്പതിന് ഒന്നിച്ചു വന്നതും അത്ഭുതമെത്രയും ഇത്തം കുചേരൻ ജഗൽപതിതന്നോടും ഉത്തരം ചൊന്നതു കേട്ടു മോദത്തോടും അച്യുതൻ വിപ്രേന്ദ്രനോട് ഇതം ചൊല്ലിനാൻ നിശ്ചല സദ്ഗുണവാരിധേ നമുക്കു നൽകിടുവാൻ ചാരുവാം പ്രാഭൃതം കൊണ്ടിന്നു പോന്നിതോ
നീ ഇഹ പോരുന്ന നേരം എനിക്കു നൽകിടുവാൻ പ്രാഭൃതം കൊണ്ടിങ്ങു ആയതു നൽകുക നീതി പോൽ ആയതുമൂലം ഏറ്റവും ഗുണമായി മൽക്കയും അപ്പോഴേ ഞാൻ ഭുജിച്ചിടുമറിയണം. മൽഭക്തരായവർ നൽകുന്നതൊക്കെയും അപ്പോഴേ ഞാൻ ഭുജിച്ചിടും അറിയണം. നല്ല ഫലം, നല്ല ജലം, നല്ല കുസുമങ്ങൾ നല്ല സൽഭക്തരായുള്ളവർ നൽകുക. നല്ല ഫലം, ജലം, നല്ല കുസുമങ്ങൾ നല്ല സൽഭക്തരായുള്ളവർ നൽകുക. നല്ലവണ്ണം ഇഷ്ടമായി വരുവിങ്ങടോ. അല്ലാതെ ഭക്തിഹീനന്മാർക്ക് ത്രിലോകാധിപത്വം നൽകി മോദിക്കയില്ല ഞാൻ. ഭക്തിഹീനന്മാർ ത്രിലോകാധിപത്വം നൽകിലും മോദിക്കയില്ല ഞാൻ. ഇത്തരം വാക്കുകൾ കേട്ട് വിപ്രം പദ ഉത്തമനാകും മുകുന്ദന് തന്നോട് കക്ഷി ഒലിച്ചു വെച്ചിടും പ്രഥുകത്തെ തക്ഷണം നാണിച്ചു നൽകാതിരുന്നത്. അപ്പോൾ മുകുന്ദനും മാനസേ ചിന്തിച്ചു, സത്യമാനാമിവൻ അർത്ഥത്തിനെന്നും ചിത്തെ ഭജിച്ചതില്ല. അർത്ഥത്തിനേതിന് ചിത്തത്തിൽ ആശയിന്നിവന് എങ്കിലും തന്നിടവാക്കിനാൽ അർത്ഥത്തിനെപ്പോലെ വിടവരിക കൊണ്ടെന്ന് ഞാൻ ദേവകൾക്കും ലഭിയാത്ത ധനങ്ങളെ കേവലം ഭക്തവിപ്രന്ന് നൽകിയിടുവൽ. കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. രക്ഷനാഥവൻ വിപ്രനോട് ഉത്തമനാമെങ്കിളിയമ്പൽ വിലങ്ങതോദിച്ചോ വാഴ്ത്തടിച്ചടിക്കുന്നു. നിർമ്മലമായുള്ളവർ കണ്ട മൂലവാദമായി കൃഷ്ണ
ഹരേ കൃഷ്ണ മാർഗത്തിൽ ഓരോന്നു ചിന്തിച്ചു ഏകനാഥന്റെ വൃത്താന്തം അതിശയും അന്തളക്കളയും ഏറ്റമത്യത്ഭുതവും ചന്ദാമരാക്ഷ സുഭഗ സമൂഹങ്ങളിൽ ചിന്താമരാക്ഷ സുഭഗ സമൂഹനും ഞാനായതേറ്റും മലിനം ചിന്താമരാക്ഷ സുഭഗ സമൂഹനും ഞാനായത് ഏറ്റവും മലിനൻ തപോമ തമോമയൻ ആനന്ദരൂപൻ എന്നെ പുണർന്നീടുക ആനന്ദരൂപൻ എന്നെ ഉണർന്നിടിന ദേവാസുരാഭിസകലൻ ഐശ്വര്യമാവോട് ആർജിച്ചതോർത്തു കണ്ടിടുകയും കേവലം തൽപ്രസാദത്താരവത്രി സേവിപ്പവർക്ക് സകല സമ്പത്തുകൾ സേവാഫലപ്രദൻ മാധവൻ നൽകുന്നു കൃഷ്ണ സേവിപ്പവർക്ക് സകല സമ്പത്തുകൾ സേവാഫലപ്രദൻ മാധവൻ നൽകുന്നു അർത്ഥത്തിനായിട്ട് വന്നു ഞാൻ